എന്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന അവസ്ഥ കണ്ടു. ശരീരം മൊത്തം വേദന രണ്ടാൾക്കും. മോള് 7 വർഷം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, ചെറിയ മോള് 2 വർഷത്തോളമായി. മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കാണുമ്പോ എനിക്ക് വിഷമം. കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ ചോദിക്കും, അവർക്ക് എന്തെങ്ങനെ ഈ ഒരവസ്ഥ വന്നേന്ന്. ഈ ഭൂമിയിൽ എനിക്ക് വേറൊരാളുമില്ല, 2 കുഞ്ഞുങ്ങളല്ലാതെ എനിക്ക് ആരുമില്ല. എന്നെ സഹായിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. ഉടനെ കുഞ്ഞുങ്ങള് എന്റെ മക്കളെ എല്ലാവരും ഒന്ന് സഹായിക്കണം. കൂട്ടുകാരൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവര് നല്ല രീതിക്കൊക്കെ നടക്കണ കാണുമ്പോ ഇവര് ചോദിക്കും, ഞങ്ങൾക്ക് എന്തിങ്ങനെ വന്നേ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങൾക്ക് ഈ ഒരു വിധി വന്നെന്ന് ചോദിക്കും. ഞാൻ എന്തോ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ മക്കളെ ഓത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫാത്തിമ. ഇതെൻ്റെ അനിയത്തിയാണ് ഫാദിയ. ഞങ്ങൾക്ക് 2 പേർക്കും സുഖമില്ലാത്തതാണ്. ഞങ്ങളുടെ ഉമ്മ മാത്രമേ ഉള്ളൂ. ഇത്രയേറെ സങ്കടപ്പെടുത്തുന്ന, ഇത്രയേറെ നൊമ്പരപ്പെടുത്തുന്ന, ഇത്രയേറെ വേദന നിറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഒരു മാതാവിന്റെ സങ്കടമാണ്. തനിക്കുണ്ടായ 2 പെൺമക്കള് മാരകമായ അസുഖത്തിന്റെ പിടിയിൽപ്പെട്ട് ജീവൻ എങ്ങോട്ടാണ് എന്ന് പോലും അറിയാതെ വേദനയോടുകൂടി കണ്ണീരോടുകൂടി ഈ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം ചോദിച്ചു വന്ന വല്ലാത്തൊരു സങ്കടകരമായ കാഴ്ച. ഇത് കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികളടക്കമുള്ള നന്മയാർന്ന ഈ ലോകം ഈ പൊന്നുമക്കളെയും ഈ ഉമ്മയെയും ഒന്ന് ഏറ്റെടുക്കണേ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജഹാൻ നിലമ്പൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വേട്ടമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് ഷംല എന്ന് പറയുന്ന ഈ സഹോദരിയുടെ വീട്ടിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ഈ മക്കളുടെ കണ്ണീര് നിങ്ങൾ കാണണം. ഈ മക്കളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഡിഫ്യൂസ് നെസ്റ്റിയോബ്ലാസ്റ്റോസിസ് എന്ന് പറയുന്ന മാരക രോഗം പിടിച്ച് ഫാത്തിമ എന്ന് പറയുന്ന 23 വയസ്സുകാരിയായ ഒരു പൊന്നുമോള്, ഫാദിയ എന്ന് പറയുന്ന 13 വയസ്സുകാരിയായ ഒരു പൊന്നുമോള്, ഒരുപാട് ആഗ്രഹങ്ങളുമായി ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച പൊന്നുമക്കള് ഇന്ന് മാരകമായ അസുഖത്തിന്റെ പിടിയിൽപ്പെട്ട് ചികിത്സിക്കാൻ ആവശ്യമായ 1 കോടിയിൽ അധികം വരുന്ന പണത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഈ കുടുംബത്തിന്റെ സങ്കടം ഇത് കാണുന്ന ഒരാളും തന്നെ കണ്ടില്ല എന്ന് നടിക്കരുതേ. ഒരപേക്ഷയുണ്ട്. ആരാരുമില്ലാത്ത ഈ കുടുംബത്തിനെ ചേർത്ത് പിടിക്കാൻ നിങ്ങളല്ലാതെ ആരും തന്നെ ഇല്ല. വാടക വീട്ടിൽ താമസിക്കുന്ന പിതാവില്ലാത്ത യത്തീമായ ഈ 2 മക്കളെ ചേർത്ത് പിടിക്കാൻ നന്മയാർന്ന നിങ്ങളല്ലാതെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. വല്ലാത്തൊരവസ്ഥയല്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ മക്കളുടെ കണ്ണിൽ നോക്കുമ്പോ, നമ്മുടെ മക്കളുടെ സന്തോഷം നമ്മൾ കാണുമ്പോ, ഇന്ന് ഈ വീട്ടിൽ ഈ മക്കൾ ഇന്ന് നിസ്സഹായതയോടുകൂടി അസുഖം ബാധിച്ച് ചികിത്സിക്കാൻ മാർഗമില്ലാതെ സഹായം ചോദിച്ചു വന്ന ഒരവസ്ഥ. ആ ഉമ്മ എങ്ങനെ സഹിക്കൂ ഇത്? ആ ഉമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പൊന്നുമക്കൾ ഇങ്ങനെ അസുഖം പിടിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ, എന്റെ മക്കളുടെ സുഹൃത്തുക്കള്, എന്റെ മക്കളുടെ ഫ്രണ്ട്സ് ഇവിടെ വരുമ്പോ അവരുടെ സന്തോഷവും അവരുടെ എല്ലാം കാണുമ്പോൾ എന്റെ പൊന്നുമക്കൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, എന്താണ് ഉമ്മ ഞങ്ങൾ ഇങ്ങനെ ആയത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഉമ്മ എന്ന്. എങ്ങനെ ആ ഉമ്മ ആ മക്കളുടെ മുഖത്ത് നോക്കി മറുപടി പറയുമെന്നോർത്ത് നെഞ്ചു പൊട്ടി ഈ ലോകത്തിന്റെ മുന്നിലേക്ക് കണ്ണീരോടുകൂടി തന്റെ 2 ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായം ചോദിച്ചു വന്ന ഈ ഒരു കാഴ്ച, പ്രിയമുള്ളവരെ, ഒരാളും തന്നെ തട്ടിമാറ്റരുത്. ഒരാളും തന്നെ ഇവർക്കില്ല. ഒരു സഹായത്തിന് പോലും ഒരാളുമില്ലാതെ ഈ 2 പൊന്നുമക്കളെയും ചേർത്ത് പിടിച്ച് വല്ലാത്തൊരു സങ്കടത്തോടുകൂടി ആരാരുമില്ലാതെ കഴിയുന്ന ഒരു ഉമ്മാന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മാതാവിന്റെ സങ്കടം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കാണുന്ന എന്റെ പ്രിയപ്പെട്ടവര് ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ച് എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം, ഒരു 10 രൂപ നിങ്ങൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഈ മക്കളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമസ്കാരം, എൻ്റെ പേര് ലെനിൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് തിരുമലയിൽ താമസിക്കുന്നു. എനിക്ക് ഏകദേശം 10 വർഷം കൊണ്ട് ഈ ഫാമിലി അറിയാം. വൈദ്യശാസ്ത്രം എന്നിട്ടേക്കുന്ന പേര് നെസ്റ്റിയോബ്ലാസ്റ്റോസിസ് എന്നാണ്.
ലക്ഷത്തിലൊരാൾക്ക് പോലും വരാൻ ചാൻസ് വളരെ കുറവുള്ള രോഗമാണ്. കേരള ജനതയെക്കുറിച്ച് അറിയാലോ, പ്രബുദ്ധരായ ജനങ്ങളാണ് കേരള ജനത. നമ്മൾ നിസ്സാര ദിവസങ്ങൾ കൊണ്ട് വയനാടിനെ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് കൈകോർത്തതുപോലെ 2 ദിവസത്തിനുള്ളിൽ 34 കോടി രൂപ സമാഹരിച്ച് ഒരു മനുഷ്യജീവൻ രക്ഷിച്ചതുപോലെ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ചെറിയൊരു തുകയാണ് ഇവർക്കിപ്പോൾ വൈദ്യശാസ്ത്രം 1 കോടി രൂപയാണ് ഇവരുടെ ജീവനിട്ടേക്കുന്ന വില. ഞങ്ങളിവിടെ ചെറിയൊരു സമിതിയൊക്കെ തുടങ്ങി, ഒരു സന്നദ്ധ സംഘടന പോലെ തുടങ്ങി ഞങ്ങളാൽ കഴിയുന്ന രീതിക്കുള്ള സഹായങ്ങൾ ഇവർക്ക് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വാടക വീട്ടിലാണ് താമസം, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു സഹായങ്ങൾ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന സഹായങ്ങൾ ഞങ്ങൾ ഇതുവരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൈകോർക്കുവാണെങ്കിൽ നമുക്ക് ഈ 2 മക്കളുടെ ഇവരെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ മക്കളെന്നുള്ളൊരു ചിന്ത വരുവാണെങ്കിൽ തീർച്ചയായും നമ്മളിവരെ സഹായിക്കാൻ മുന്നിലോട്ടിറങ്ങും. അവരനുഭവിക്കുന്ന വേദനകൾ നിത്യവും ഞാൻ ഒരു ദിവസം എങ്ങനെയെന്നാലും 2 തവണയെങ്കിലും വന്ന് ഇവരെ കാണാൻ വരുന്നുണ്ട്. വരുമ്പോഴൊക്കെ വേദനയോടുകൂടെ കരയുന്ന 2 മക്കളെയാണ് കാണുന്നത്. എനിക്ക് മക്കളുണ്ട്, പെൺപിള്ളേരാണ്. ഇവരെ കാണുമ്പോൾ ഞാൻ അവരെ മുഖമാണ് ഓർക്കുന്നത്. ഇതുപോലെ നമ്മളെല്ലാവരും ഒന്ന് കൈകോർത്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് നിസ്സാരം പോലെ ഈ മക്കളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ആ ഉമ്മയാണെങ്കിൽ അതിനേക്കാൾ വേദന അനുഭവിക്കുന്ന മറ്റൊരു സ്ത്രീയുടെ ഒരു കഥാപാത്രമായി മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന രീതിക്ക് എന്തൊക്കെ ചെയ്യും. ഞങ്ങൾ ലക്ഷങ്ങളോ 10,000-ങ്ങളോ 1000-ങ്ങളോ ഒന്നും ചോദിക്കില്ല. നിങ്ങൾ 1 രൂപയായിരുന്നാൽ പോലും ചിലപ്പോൾ അത് ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുമായിരിക്കും. കേരള ജനതയ്ക്ക് ധൈര്യമായിട്ട് ആരെ മുന്നിലും കൈനീട്ടാം. കാരണം സഹായിക്കാൻ സന്മനസ്സുള്ളവരുടെ ഒരു നാടാണ് കേരളം. ഇപ്പം നമ്മുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നുമല്ല, എങ്കിൽ പോലും ഇവരുടെ ഈ വേദനയിൽ ഞങ്ങൾ പങ്കുകൊള്ളുന്നത് കൊണ്ട് അത് ഞങ്ങൾ കേരള ജനത മാത്രം മലയാളികളായതുകൊണ്ട് മാത്രമായിരിക്കാം. അപ്പം നമ്മളെല്ലാവരും ഒന്ന് മുന്നിട്ടിറങ്ങി നമ്മൾ കഴിയുന്ന രീതിക്ക് 1 രൂപയെങ്കിൽ 1 രൂപ, ഒരു പൈസ എങ്കിൽ 1 പൈസ, ഒരു നയാ പൈസ എങ്കിൽ ആ പൈസ അത് കൊടുത്ത് ഇവരെ സഹായിക്കുക. നമുക്ക് ഈ മക്കൾ ജീവിതത്തിൽ തിരിച്ചു വന്ന് നമ്മുടെ മക്കളുടെ ഒപ്പം തുള്ളിച്ചാടി കളിക്കുന്നത് കാണാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. ഇവിടെ അവസ്ഥയൊക്കെ വളരെ വലുതാണ്. ശരീരം മുഴുവൻ വേദനയും, അസ്ഥികൾ പെട്ടെന്ന് നുറുങ്ങിപ്പോകുന്ന, ഒരു ചെറിയൊരു തട്ടാമുട്ട കിട്ടിയാൽ പോലും അസ്ഥി നുറുങ്ങുന്ന വേദനയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ തന്നെ നല്ലൊരു എമൗണ്ട് ട്രീറ്റ്മെന്റിനായിട്ടുണ്ട്. ഫർദർ ചികിത്സയ്ക്ക് വേണ്ടി പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഫണ്ട് ശേഖരിക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന രീതിക്ക് എന്തെങ്കിലും ചെയ്ത് സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ പ്രണവ്, ശംലി ചേച്ചിയുടെ അയൽവാസിയാണ്. എനിക്ക് ഇവരെ 3-4 വർഷം കൊണ്ട് അറിയാം. വളരെ എന്താ പറയുക, ലക്ഷങ്ങളിൽ ഒരാൾക്ക് വരാവുന്ന രോഗമാണ് ഈ കുട്ടി വന്നിരിക്കുന്നത്. ഇത് എന്താ പറയുക, ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറ്റാൻ കഴിയുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ അതിന് ഒരുപാട് രൂപ ചിലവാകും. എന്ത് പറഞ്ഞാലും ഒരു മാസം തന്നെ 5 ലക്ഷത്തിന് മേലിലുള്ള മരുന്നാണ് ഈ കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്നത് എത്ര നമുക്ക് 10,000 50,000 ഒന്നും വേണ്ട, 1 രൂപ 5 രൂപ നിസ്സാരം ഒരു 5 രൂപ സഹായിച്ചാൽ നമുക്കൊരു ജീവൻ രക്ഷിക്കാനായിട്ട് കഴിയും. കാഴ്ച കാണുന്ന മുഴുവൻ നന്മയാർന്ന മനുഷ്യ സ്നേഹികളും നന്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഈ മക്കളുടെ അവസ്ഥ കണ്ടിരിയാത്ത നിങ്ങളെല്ലാവരും സഹായിക്കണം. കാരണം ഇതാണ് ഇവരുടെ ലോകം. ഈ ആളുകളാണ് ഇവർക്ക് സംരക്ഷണം ഇതുവരെ നൽകിയിട്ടുള്ളത്. ഇവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഇവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ഈ മക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും, ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും സഹായ സമിതി എന്ന പേരിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ഈ മക്കളുടെ പേരിൽ. ആ അക്കൗണ്ടിലേക്ക് തന്നെ പണം അയക്കണം. UPI ഇടപാടുകൾക്ക് തടസ്സം സംഭവിച്ചാൽ നിങ്ങൾ ആ അക്കൗണ്ട് നമ്പറിലേക്ക് തന്നെ അയച്ച് ഇവരെ സഹായിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.